Hello, welcome back to our channel. Let's update. My name is Harish, and today I am here with discussion on the writing task asked on 24th of July 2021. So, as most of you know, we usually come up with videos related to frequently asked or recently asked OET speaking and writing tasks. And today we have discussion on the writing task on 24th of July 2021, and we'll be shortly coming with today's speaking questions as well, so stay tuned and update with us. Okay, so we'll read with today's writing task. Okay, before reading the entire question, we firstly read the writing task to get to know answers to a few questions like to whom you're writing, why you're writing, and what kind of letter you're writing. So let's start with the question. The question is, using this information, write a letter of referral to Dr. Theo Williams, obstetrician of Obstetrics Department of West Chalks Hospital, and outline a medical history, up-to-date antenatal checkup information, and request for further assessment. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ writing taskൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. Okay. This is a letter of referral and you are writing a letter to doctor. So what's the significance of writing a letter to doctor and why it is or how it is different from writing a letter to a nurse or a dietitian? Or nurse-നാണ് letter അയക്കുന്നതെങ്കിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും? Like assistance, care എന്നുള്ള പദങ്ങളായിരിക്കും നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുക അല്ലേ. And when you're writing a letter to a dietitian, we use words like educate. And what kind of words we usually use while we write a letter to a doctor, like assessment, management, evaluation, examination. ഇത്തരത്തിലുള്ള വാക്കുകളായിരിക്കും നമ്മൾ ഡോക്ടറിന് അയക്കുന്നത് അല്ലേ, ലൈക്ക് ഡോക്ടറിന് എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പദങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ലെറ്റർ എഴുതുമ്പോൾ കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് വൈ വി ആർ റൈറ്റിംഗ് അത് കൊടുത്തിട്ടുണ്ട് അല്ലേ. വി ആർ ആസ്ക്ഡ് ടു ഔട്ട്ലൈൻ ദ മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് അപ് ടു ഡേറ്റ് ആന്റിനേറ്റൽ ചെക്കപ്പ് ഇൻഫർമേഷൻ and request for further assessment. Yes, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. And most of us have a tendency to go to read from the beginning once you finish reading the writing task. Writing task വായിച്ചതിന് ശേഷം ആദ്യമേ തൊട്ട് വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്നിട്ട് വായിക്കണം for sure, but before that it's better that you go through the plan. Writing task followed by reading the പ്ലാൻ. മോസ്റ്റ്ലി ഡിസ്ചാർജ് പ്ലാൻ ആയിരിക്കാം. അപ്പോൾ റൈറ്റിംഗ് ടാസ്ക് വായിക്കുക, അതിനുശേഷം പ്ലാൻ എന്താണെന്ന് വായിക്കുക, അതിനുശേഷം എൻ്റയർ ടാസ്ക് വായിക്കുക. ബിക്കോസ് വെൻ യു ഗോ ത്രൂ ദ റൈറ്റിംഗ് ടാസ്ക് യു വിൽ ഗെറ്റ് ടു നോ വാട്ട് യു ഹാവ് ടു ഫോക്കസ്. ഫോർ എക്സാമ്പിൾ, പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു 2, 3, 4 അസുഖങ്ങളുണ്ടാകാം, ലൈക്ക് ഫീവർ, ഹെഡ് ഏക്ക് ആൻഡ് സ്റ്റൊമക് ഏക്ക്. ഇങ്ങനെ 3 അസുഖങ്ങളുണ്ടാകാം. ഈ 3 അസുഖങ്ങളെ പറ്റിയും ഈ 3 ഡിസീസിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാകാം. ഞാൻ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുന്നതാണ്. ഈ 3 അസുഖങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചിലപ്പോൾ സ്റ്റൊമക് ഏക്കിനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ഫീവറിനെ പറ്റിയായിരിക്കും. ബാക്കി 2 ഡിസീസിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ സോ വൈൽ യു റീഡ് ദ പ്ലാൻ യു വിൽ ഗെറ്റ് ടു നോ എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് യു ഹാവ് ടു ഫോക്കസ്. അപ്പോൾ നമ്മൾ ആ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് നമ്മൾ സ്കിമ്മിങ് ചെയ്ത് വായിക്കേണ്ടതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവും. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു സ്റ്റാർട്ട് വിത്ത് റൈറ്റിംഗ് ടാസ്ക് ഫോളോഡ് ബൈ the plan. Okay, so നമുക്ക് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ് പ്ലാൻ എന്ന് നോക്കാം അല്ലേ. They have given a question mark കൊടുത്തിട്ട് പ്രീ എക്ലാംസിയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ they are not sure of, suspected to have നമ്മൾ ലെറ്റർ എഴുതും അല്ലേ. ഓക്കെ, ആൻഡ് ഓൾസോ എമർജൻസി അസസ്മെന്റ്. പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പ്ലാൻ വായിച്ചപ്പോൾ മനസ്സിലായി. ഇത് റൈറ്റിംഗ് ടാസ്ക് വായിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല അല്ലേ. അപ്പോൾ പ്ലാൻ വായിക്കുമ്പോൾ നമുക്ക് എന്തിനെ പറ്റിയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലിയർ പിക്ചർ കൂടെ കിട്ടി. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകേണ്ട കാര്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് റീഡിങ് ദ ക്വസ്റ്റ്യൻ. ഡു നോട്ട് വറി, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ റൈറ്റിംഗ് ഡിസ്കഷൻ നമ്മൾ എൻ്റെ ടാസ്ക് ഒന്ന് വായിച്ചിട്ട് വിൽ ബി ഡീലിംഗ് വിത്ത് എ മോഡൽ ആൻസർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗെറ്റ് ടു നോ ദ കംപ്ലീറ്റ് റൈറ്റിംഗ് ടാസ്ക്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. Okay, and also you can post your comments and queries in our comment box. നമ്മൾ ഉറപ്പായിട്ടും അതിനൊക്കെ തിരിച്ച് മറുപടി തരുന്നതായിരിക്കും. Okay, so let's start reading the question.
ഇവിടെ ആദ്യം പറയുന്നത് പേഷ്യൻറ്റിൻ്റെ പേരാണ്. ഇറ്റ്സ് ലൂസി ഗ്യാങ്റേ എന്നാണ് പേഷ്യൻറ്റിൻ്റെ പേര്. ഷീ ഈസ് 39 years old and date of birth is given like 1982 March 12. ഇനി സോഷ്യൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ പറയുന്നത് ലിവിങ് വിത്ത് ഹസ്ബൻഡ് ആൻഡ് 10-year-old stepson and she's a business consultant business tour and walks with dog or dog walk. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചു പോകാം അല്ലേ. സോഷ്യൽ ഹിസ്റ്ററി നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബിക്കോസ് വി ആർ റൈറ്റിംഗ് അൻ എമർജൻസി ലെറ്റർ ഓഫ് റെഫറൽ ടു ഡോക്ടർ. ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് പ്രാധാന്യമായി വരുന്നില്ല. ലെറ്റ്സ് സീ അല്ലേ. ഓക്കെ, ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് സോഷ്യൽ ഹിസ്റ്ററി ഫോളോഡ് ബൈ ഫാമിലി ഹിസ്റ്ററിയാണ്. ഫാമിലി ഹിസ്റ്ററിയിൽ പറയുന്നത് മദർ ഹൈപ്പർടെൻഷൻ ആൻഡ് സിസ്റ്റർ ഫസ്റ്റ് പ്രഗ്നൻസി പ്രീ എക്ലാംസിയ. അപ്പോൾ സിസ്റ്ററിൻ്റെ ഈ പേഷ്യൻറ്റിൻ്റെ സിസ്റ്ററിൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പ്രീ എക്ലാംസിയ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ദേ ഹാവ് ഗിവൻ ദ മെഡിക്കൽ ഹിസ്റ്ററി. മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് സിൻസ് 18 years. 18 വയസ്സ് തൊട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടായിരുന്നു. ക്രോണിക് ഹൈപ്പർ ടെൻഷൻ 30 years. 30 വയസ്സ് മുതൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു. Then they have given few details about blood pressure and BMI, അത്തരത്തിലുള്ള കുറേ യൂണിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് പിന്നെ സ്മോക്കിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഷീസ് എൻ എക്സ് സ്മോക്കർ ആൻഡ് കറൻ്റ്ലി സ്മോക്കറൊന്നുമല്ല, അപ്പോൾ നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നില്ല അല്ലേ. ബട്ട് ഹി യൂസ് ടു സ്മോക്ക് 15 cigarettes a day between 20 to 30 years. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ 15 സിഗരറ്റ് വെച്ച് ഡെയിലി വലിക്കുന്ന ഒരു എക്സ് സ്മോക്കർ ആയിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറയുന്നത്. ആൻഡ് അനദർ തിങ്, നൗ മൂവിങ് ടു പ്രസന്റിങ് കണ്ടീഷൻ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ടുഡേസ് ഡേറ്റ് 24th July എന്ത് കാരണം കൊണ്ടാണ് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നതാണ് പറയുന്നത് അല്ലേ. പ്രസന്റിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്വെല്ലിംഗ് ഓൺ ഫുഡ്, ഹാൻഡ്, ആംഗിൾ ആൻഡ് ഫേസ്. ദെൻ മൈൽഡ് ഇൻ്റർമീഡിയറ്റ് ഹെഡേക്ക് ഓവർ 24 hours. ഇതൊക്കെയാണ് ഇപ്പം ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യാൻ പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, പിന്നെ മെഡിക്കേഷൻ പറയുന്നുണ്ട് ഇൻസുലിൻ, ആസ്പിരിൻ 75 per day, ആസ്പിരിൻ യൂണിറ്റ് 100 3 to 4 day എന്നൊക്കെ പറയുന്നത് ആസ്പിരിൻ്റെ ഇൻസുലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ ഓരോ ഡേറ്റിലും പേഷ്യൻ്റ് 10 weeks തൊട്ട് പിന്നെ 16 weeks, 19 weeks, പിന്നെ 28 weeks, 38 weeks, 34th week, പിന്നെ ഓരോ വീക്കിലും പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ പ്രസൻ്റ് ആയി ഡേറ്റ് വെച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. സോ 10th week, അതായത് February 6, 2000, ഡേറ്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, കുഴപ്പമില്ല. 10 week പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ആൻറ്റിനേറ്റൽ കെയർ ആയിട്ട് വന്നു, ആൻറ്റിനേറ്റൽ കെയറിന് വേണ്ടി വന്നു. ഹൈറ്റ്, വെയ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. യൂറിൻ ഡിപ്സ്റ്റിക് ടെസ്റ്റ് നടത്തി, അത് നെഗറ്റീവ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് പ്രഷർ കൊടുത്തിട്ടുണ്ട് 135/85. BP കൊടുത്തിട്ട് BP യെസ്. പിന്നെ 16th വീക്കിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. BP 135/85 എന്ന് കൊടുത്തിട്ടുണ്ട്. BMI 29/31 കൊടുത്തിട്ടുണ്ട്. പിന്നെ 19th വീക്കിലേക്ക് വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ബ്ലഡ് പ്രഷറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അഗെയിൻ 135/85. പിന്നെ പ്രോട്ടീനൂറിയ നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ April to May അടുത്ത് കൊടുത്തിരിക്കുന്നത് ബ്ലഡ് പ്രഷർ വീണ്ടും 135/85 ആൻഡ് പ്രോട്ടീനൂറിയ വീണ്ടും നെഗറ്റീവ് ആയിരുന്നു, ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു. ആൻഡ് 28th വീക്കിലേക്ക് വരുമ്പോൾ മൈൽഡ് സ്വെല്ലിംഗ് ഓഫ് ഫുഡ്, ആംഗിൾ, ഹാൻഡ്, ഫേസ്. ഇപ്പം ചെറിയൊരു സ്വെല്ലിംഗ് ഒക്കെ വച്ച് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് ക്വൈറ്റ് ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം ഇപ്പോൾ പേഷ്യൻ്റ് പ്രസൻറ്റിൽ അഡ്മിറ്റ് ആവാനുള്ള മേജർ റീസൺസ് ഇതൊക്കെ തന്നെയായിരുന്നു അല്ലേ. 28th വീക്കിൽ കാണിച്ചു തുടങ്ങിയതാണ് സ്ലൈറ്റ് ഫെല്ലിംഗ് ഓഫ് ഫുഡ്, ആംഗിൾ, ഹാൻഡ്സ് ആൻഡ് ഫേസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. 8th വീക്കിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂഡ് സ്വെല്ലിംഗ് ഓഫ് ദ സെയിം തിങ്സ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് 34th വീക്കിലേക്ക് വരുമ്പോൾ ബ്ലഡ് പ്രഷറിന് ചെറുതായിട്ടൊരു മാറ്റമുണ്ട്. അത് ഇറ്റ് ഹാസ് എലവേറ്റഡ് ടു 150/90. അപ്പോൾ ആ ഒരു ചെറിയ യൂണിറ്റിൽ മാറ്റം വരുന്നുണ്ട്. ആൻഡ് പ്രോട്ടീനൂറിയ പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് സ്വെല്ലിംഗ് ഓഫ് ഫുട്ട് ഉണ്ട്, ആംഗിൾ ഉണ്ട്, ഹാൻഡ്സ് ഉണ്ട്, ഫേസ് ഉണ്ട്. ദെൻ മൈൽഡ് ഇൻ്റർമീഡിയറ്റ് ഹെഡേക്ക് എന്നൊക്കെ പറയുന്നത് ഓൾറെഡി നമ്മൾ പ്രസൻറ്റിംഗ് കണ്ടീഷൻസിൽ വായിച്ചതാണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിലുള്ളൂ. സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ലെറ്റർ അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ലെറ്ററാണ്. ആൻഡ് നമുക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായി. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മൾ ലെറ്റർ എഴുതാൻ പോവുകയാണ് അല്ലേ.
അതിന് മുമ്പ് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ റൈറ്റിംഗ് ടാസ്ക് വായിച്ചു, അതിൽ നിന്ന് ആർക്കാണ് എഴുതേണ്ടത്, എന്ത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണ്, എന്തിനു വേണ്ടിയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ഗോൺ ത്രൂ ദ പ്ലാൻ ഫ്രം വിച്ച് വി ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ടു ഫോക്കസ് ദ മോസ്റ്റ് ഇൻ ദിസ് ലെറ്റർ. ആൻഡ് നമ്മൾ ലെറ്റർ വായിച്ചു നോക്കി. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു മേക്ക് എ പ്ലാൻ ഓർ ടു മേക്ക് എ ബോഡി ഡിവിഷൻ. എങ്ങനെയാണ് ഈ ലെറ്റർ സ്ട്രക്ചർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം ഈ ലെറ്റർ? ആദ്യം നമ്മൾ ഇൻട്രൊഡക്ടറി ബോഡി എഴുതി. ഞാൻ ഇന്ന ലെറ്റർ ഇന്നയാളെ പറ്റി, ഇന്നയാൾക്ക് വേണ്ടിയാണ്, ഇത്ര മാസം പ്രഗ്നൻ്റ് ആയ വുമനെ പറ്റിയാണ് എഴുതുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് അർജൻറ്റ് അസസ്മെൻറ്റ് ആൻഡ് കെയർ വേണം. അല്ലെങ്കിൽ ഷീ സസ്പെക്റ്റഡ് ടു ഹാവ് എന്താണ് പറയുക, എക്ലാംസിയ, പ്രീക്ലാംസിയ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ല. ഷീ സസ്പെക്റ്റഡ് ടു ഹാവ് പ്രീക്ലാംസിയ. അതൊക്കെ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പാരഗ്രാഫിൽ പറയേണ്ടത്. ആൻഡ് വാട്ട്സ് നെക്സ്റ്റ്? ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം അടുത്തതിലേക്ക് പോകുമ്പോൾ എന്താണ് പറയേണ്ടത്? ടുഡേ അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, അതുപോലെ ഇന്ന് എന്തൊക്കെ അസസ്മെൻറ്റ് നടത്തി, അതിലൂടെ എന്തൊക്കെ റിവീൽ ചെയ്തു. അപ്പോൾ ഇന്ന് എന്തൊക്കെ പ്രസന്റ് കണ്ടീഷനാണല്ലോ അടുത്ത ബോഡിയിൽ പാരഗ്രാഫ് പറയേണ്ടത്. ബിക്കോസ് വി ആർ റൈറ്റിംഗ് ലെറ്റർ ടു ഡോക്ടർ, അതൊരു എമർജൻസി ലെറ്ററും കൂടെയാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയോ സോഷ്യൽ ഹിസ്റ്ററിയോ അങ്ങനെയൊന്നും ഫാമിലി ഹിസ്റ്ററി ഒന്നും അല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഡെഫിനറ്റ്ലി പ്രസന്റ് കണ്ടീഷൻ തന്നെയായിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് പറയാം, ഒരു പാസ്റ്റ് ഹിസ്റ്ററിയിലേക്ക് പോകാം. ലൈക്ക് ആ ഒരു ചെക്കപ്പിൻ്റെ കാര്യങ്ങൾ അല്ലെ, 10th വീക്ക് തൊട്ട് 34th വീക്ക്, ഐ ഗസ് 34th വീക്ക് വരെയുള്ള കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളും, ബ്ലഡ് പ്രഷറിലുള്ള വേരിയേഷനും കാര്യങ്ങളും, പിന്നെ പ്രോട്ടീനൂറിയയിലുള്ള അത് നെഗറ്റീവായി പിന്നെ പോസിറ്റീവ് ആവുന്ന കാര്യങ്ങളും, പിന്നെ ഇൻ ബിറ്റ്വീൻ മൈൽഡ് ആയിട്ടുള്ള സ്വെല്ലിങ്ങും ഇതൊക്കെ ഉണ്ട് പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്ത് പറയാം അല്ലേ. ആഫ്റ്റർ ദാറ്റ് പേഷ്യൻ്റ് ലൈഫ് ലോങ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കുറേ ഡിസീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഡയബറ്റീസ് അല്ലെ, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട് അല്ലേ. ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഇതിനു വേണ്ടി പേഷ്യൻ്റ് എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നത്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബോഡി പാരഗ്രാഫ് പറയാം. പിന്നെ അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെ, ഡിസ്ചാർജ് അല്ലെങ്കിൽ ആ പ്ലാനിൽ എന്തൊക്കെയാണ് അസസ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ബോഡി പാരഗ്രാഫ് എഴുതുക. ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി ഡിവിഷൻ വരുന്നത് അല്ലേ. പ്രസൻറ്റ് കണ്ടീഷൻ, പാസ്റ്റ് അല്ലെങ്കിൽ ചെക്കപ്പിൻ്റെ റൂട്ടീനിലുള്ള പാസ്റ്റ് ഹിസ്റ്ററി, പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, പിന്നെ പ്ലാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും പറയാം. ഞാനൊരു ലെറ്റർ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത ഒരു മോഡൽ ലെറ്റർ വായിക്കാം. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഡേറ്റ്, അഡ്രസ്, വാട്ട് എവർ ബി, ഓർ അഡ്രസ് ഓർ ഡേറ്റ്, അതൊക്കെ ഇൻ്റർചേഞ്ചബിൾ ആണ്, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ലേഔട്ടിൽ പോലും OET ഒരു ഫിക്സിറ്റി കാണിക്കുന്നില്ല. either you can start with date or address or date. Okay, then regarding and salutation, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിൾ ആണ് കേട്ടോ. അറിയാത്തവർ നോട്ട് ചെയ്യുക. ഒരു ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ഡേറ്റും അഡ്രസ്സും ഇൻ്റർചേഞ്ചബിൾ ആണ്. ജസ്റ്റ് ലൈക്ക് റിഗാർഡിങ്, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് സല്യൂട്ടേഷൻ, ഇത് നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിൾ. ഇത് രണ്ടും, ആദ്യത്തെ രണ്ടും അവസാനത്തെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ചബിൾ ആണ്. ഓക്കെ, so just read the content. I am writing this letter, or this letter is to introduce, whatever it be, like the purpose of this letter is to, or I write this letter to. Okay, and പല രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ തൽക്കാലം I am writing this letter എന്നാണ് എഴുതിയിരിക്കുന്നത്. I am writing this letter to refer Miss Lucy Gangray, 34 weeks pregnant woman, 34 weeks pregnant woman who requires urgent assessment and management. അല്ലേ, ഡോക്ടറിനാണ് എഴുതുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അസിസ്റ്റൻസും കെയറോ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ, അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ആൻഡ് ഷീ ഈസ് സസ്പെക്റ്റഡ് ടു ഹാവ് പ്രീ-എക്ലാംസിയ അല്ലേ. അതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു എന്താണ് പ്ലാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ. യെസ്. ഇനി നമ്മൾ മൂവിങ് ടു ദ പ്രസന്റ് കണ്ടീഷൻ. അതിലെന്തൊക്കെ പറയാം? ടുഡേ ഷീ പ്രസന്റഡ് അറ്റ് antenatal clinic with complaints of swelling on face, feet, hand and ankle, along with intermittent headache and over 24 hours. എന്തൊക്കെയാണ് പ്രസന്റിങ് കംപ്ലൈൻസ് അല്ലെ, ഇന്ന് പ്രസന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് അല്ലെ. ടുഡേ ഷീ പ്രസന്റഡ് അറ്റ് antenatal clinic with complaints of swelling on face, feet, hand and ankle along with intermittent headache over 24 hours. Also, ഞാൻ എഴുതിയിരിക്കുന്നത് ഓൾസോ എന്നുള്ള വേർഡില്ല. On examination her blood pressure was high and her proteinuria revealed positive. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നിരിക്കുന്നത് അല്ലേ. ഇന്ന കംപ്ലൈൻസ് ആയിട്ട് വന്നു. ഇന്ന് എക്സാമിനേഷനിലൂടെ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ടും പ്രോട്ടീനൂറിയ പോസിറ്റീവ് ആയിട്ടും റിവീൽ ചെയ്യപ്പെട്ടു. ഇനി മൂവിങ് ടു ദ പാസ്റ്റ് ഹിസ്റ്ററി എന്തൊക്കെ പറയാം? ഇനീഷ്യലി അല്ലേ, ഓൺ ഹെർ
antenatal checkup on the 10th week of pregnancy. Proteinuria was negative and blood pressure was normal. We already case note മനസ്സിലായ കാര്യങ്ങളാണ്. And however, on 28th week, assessment revealed elevated blood pressure and mild swelling on feet and ankle. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ? Yes. And then moving to the next paragraph where we deal with patient's medical history. Okay. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയുന്നത്? ഇവിടെ ഡയബറ്റീസ് ആണ്, ഹൈപ്പർടെൻഷനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. Let's read how it works. Miss Lucy has had എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഹാസ് ഹാഡ് എഴുതുമ്പോൾ നമുക്ക് ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട്. 18 years തൊട്ട് അല്ലെങ്കിൽ 30 വയസ്സ് തൊട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ ഹാവിൻറ്റ് ഇൻക്ലൂഡഡ് ദാറ്റ് ആസ് ഐ ഡിഡ്ന്റ് ഫീൽ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇത്ര എഴുതിയിട്ടുള്ളൂ. Miss Lucy has a history of type 1 diabetes and hypertension for which she takes insulin unit 100 3 to 4 a day and aspirin 75 daily respectively or accordingly, whatever you wish you can add. And she has a family history of hypertension and sister had a history of pre-eclampsia on her first pregnancy. ഇതൊക്കെയാണ് medical history യിൽ വരുന്നത്. And now moving to the next paragraph, what I have written is, it would be greatly appreciated if you could provide immediate assessment and treatment for Miss Lucy Gangray as she is suspected to have pre-eclampsia. Then finally, should you require any further information, if you have any further queries, please do not hesitate to contact me. Then yours faithfully, Charles Nurse. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ലെറ്ററിൻ്റെ ബോഡി ഡിവിഷനിലും അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ റൈറ്റിംഗ് ടാസ്ക്, പ്രിന്റഡ് റൈറ്റിംഗ് ടാസ്ക്. അപ്പോൾ നിങ്ങൾക്കിത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എടുക്കാം, പ്രാക്ടീസ് ചെയ്യുക, ഞങ്ങളുടെ ആൻസേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വയറീസ്, പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് us. And Hari signing off. Thank you.